ഹലോ ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് ISRO ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ISROയുടെ പ്രീവിയസ് ഇയറിൽ ഒക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഒരു മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് നോർ ഗേറ്റ്സ് റിക്വയർഡ് ടു റിയലൈസ് സം ആൻഡ് ക്യാരി ഓഫ് എ ഹാഫ് ആഡർ ആണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഹാഫ് ആഡറിനെ പറ്റി അറിയാമല്ലോ അല്ലെ. 2 ബിറ്റ് അഡീഷൻ ഓഫ് 2 ബിറ്റ്സിനാണ് നമ്മൾ ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നത്. അപ്പം സേ എക്സും വൈയും ആണ് ആ 2 ബിറ്റ് എങ്കിൽ അതിൻ്റെ ഹാഫ് ആഡറിന് സമ്മും കിട്ടും, അതേകൂട്ട് തന്നെ ക്യാരിയും കിട്ടും. ഫുൾ ആഡറിലായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ സം കിട്ടുന്നത് ഒരു എക്സോർ ഗേറ്റിൽ കൂടി കൊടുക്കുമ്പോഴാണ് നമുക്ക് സം കിട്ടുന്നത്. ആൻഡ് സം എന്ന് പറയുന്നത് ഈ 2 ബിറ്റിന്റെ എക്സോർ അഡീഷൻ ആണ്. ഓക്കെ, ആൻഡ് സിമിലർലി ക്യാരി കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈയും ആൻഡ് ഗേറ്റിൽ കൂടി കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ക്യാരി കിട്ടുന്നത്. ആൻഡ് ക്യാരിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സോ എന്തായിരിക്കും, എക്സ് ഇൻറ്റു വൈ ആയിരിക്കും. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് എത്ര 2 ഇൻപുട്ട് നോർ ഗേറ്റ്സ് ആണ് സമ്മും ക്യാരിയും റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഞാൻ ക്ലാസ് എടുത്ത സമയത്തൊക്കെ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എത്ര നോർ ഗേറ്റ്, എത്ര നോർ നാൻഡ് ഗേറ്റുകളിലൊക്കെ നമുക്ക് ബേസിക് ഗേറ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണമെന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ ബേസിക് ഗേറ്റ് ഏതൊക്കെയാണ്, നോട്ട് ഉണ്ട്, പിന്നെന്താണ് ആൻഡ് ഉണ്ട്, ഓക്കെ, ദെൻ ഓർ ഉണ്ട്, ദെൻ എക്സോർ ഉണ്ട്, ഓക്കെ, ദെൻ എക്സ് നോർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗേറ്റ്സ്. ഇതിനകത്ത് യൂണിവേഴ്സൽ ഗേറ്റ്സ്, ഇതിനകത്തല്ല യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്, നാൻഡും ഉണ്ട്, നോറും ഉണ്ട്. അപ്പം ഈ നോട്ടിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര നാൻഡ് വേണം, ആൻഡിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര നാൻഡ് വേണം, അതുകൊണ്ട് ഓറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര നാൻഡ് വേണം എന്ന് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കണം. നോട്ട് ആൻഡ് ഓർ എക്സോർ എക്സ് നോർ, ദെൻ 1 2 3 4 5. ദെൻ നോറിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1 ഇതേ കൂട്ട് ഇവിടെ എഴുതുക, 2 and 3 ഇങ്ങനെ ഒന്ന് സ്വാപ്പ് ചെയ്യണം. ഓക്കെ, 4 and 5 ഇങ്ങനെ ഒന്ന് സ്വാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ എന്താ, എത്ര നോർ ഗേറ്റ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഒരു എക്സോർ ഗേറ്റിന് എത്ര നോർ ഗേറ്റ് വേണം നോക്കിക്കേ. എക്സോർ ഗേറ്റിന് എത്ര നോർ ഗേറ്റ് വേണം, 5. ഒരു എക്സോർ ഗേറ്റിന് 5 നോർ ഗേറ്റ് ആണ് വേണ്ടത്. അപ്പൊ സം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 5 നോർ ഗേറ്റ് വേണം. ഒരു എക്സോറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ 5 നോർ ഗേറ്റ് വേണം. പിന്നെ എന്താണുള്ളത്, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എത്ര നോർ ഗേറ്റ് വേണം, 3 നോർ ഗേറ്റ് ആണ് വേണ്ടത്. ഓക്കെ, 3 നോർ ഗേറ്റ്. സോ ഒരു ഹാഫ് ആർഡറിൽ സമ്മും ക്യാരിയും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മൊത്തം 5 + 3 = എത്രയാണ്, 8 നോർ ഗേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 8 ആണ് ആൻസർ. ഓക്കെ, ഇതേ കൂട്ട് ഫുൾ ആഡറിലും ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മൈക്രോ പ്രോസസറിൽ രജിസ്റ്റർ that is used to hold the address of next instruction to be fetched is ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, പ്രോഗ്രാം കൗണ്ടർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ചെയ്യുന്നത്, മെമ്മറി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഹോൾഡ്സ് ദ മെമ്മറി അഡ്രസ്. ഓക്കെ, ഇറ്റ് ഹോൾഡ്സ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദ next instruction to be fetched. Next instruction to be fetched. Okay. ഓക്കെ, അപ്പൊ ബാക്കി അതർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ പറയുന്നുണ്ട് അല്ലെ. ഇൻസ്ട്രക്ഷൻ പോയിന്റർ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷന്റെ അതിനെ ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്, അഡ്രസ് അല്ല. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇറ്റ് ഹോൾഡ്സ്. ഓക്കെ, അഡ്രസ് അല്ല ഹോൾഡ് ചെയ്യുന്നത്, ആ കറന്റ്ലി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യും. ഇറ്റ് ഹോൾഡ്സ് ദ കറന്റ്ലി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ദ അഡ്രസ്. ആ ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യും. പിന്നെയുള്ള എന്താണ്, സ്റ്റാക്ക് പോയിന്റ്. സ്റ്റാക്ക് പോയിന്റർ എന്താണ്, ഇറ്റ് പോയിന്റ്സ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് മെമ്മറി. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് മെമ്മറിയിൽ പോയിന്റ് ചെയ്യാണ് സ്റ്റാക്ക് പോയിന്റർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അക്യുമുലേറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ, അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് ALU ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആണ് നമ്മുടെ അക്യുമുലേറ്റർ ചെയ്യുന്ന ഫങ്ഷൻസ്. അപ്പം റൈറ്റ് ആൻസർ ഈസ് പ്രോഗ്രാം കൗണ്ടർ.
ഓക്കെ, നെക്സ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇത് ഓപ്പാം LIC ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇത്. നമ്മുടെ നോർമൽ PSC എക്സാമിനും കാണാറുണ്ട്, ഇസ്രോയുടെ പല എക്സാമുകൾക്കും കാണാറുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ടഫ് ലെവലിലല്ല ചോദിക്കലൊക്കെ ഈ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ നോർമലി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനും കോമൺ മോഡ് വോൾട്ടേജ് ഗെയിനും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡെസിബിൾസിലാണ് അത് തന്നിരിക്കുന്നത്. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഓപ്പാമ്പിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അത് ഓപ്പാമ്പിൽ കഴിയുന്നതും അതെന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവണം അല്ലേ, ഐഡിയലി. ഓക്കെ, അപ്പോൾ ഈ CMRRന്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ 2 ഗെയിൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഓപ്പാമ്പിലേക്ക് കൊടുക്കുന്ന ഈ ഡിഫറൻസ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഗെയിനാണ് ഡിഫറൻസ് മോഡ് ഗെയിനും. പിന്നെ ഈ കോമൺ മോഡ് സിഗ്നൽ, ഒരു കോമൺ മോഡ് സിഗ്നലിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോയിസ്, അതിനെയൊക്കെ ആംപ്ലിഫൈ ചെയ്യുന്ന ഗെയിനാണ് ഈ കോമൺ മോഡ് ഗെയിൻ ACM എന്ന് പറയുന്നത്. എപ്പോഴും ഈ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കണം. ഐഡിയലി ഒരു ആംപ്ലിഫയറിന് ഈ കോമൺ മോഡ് ഗെയിൻ ACM is the common mode gain, it should be low. ഓക്കെ, ബിക്കോസ് കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയുന്നത് എപ്പോഴും അൺവാണ്ടഡ് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഐഡിയലി പറയുകയാണെങ്കിൽ അത് 0 ആയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ CMRR ഇൻഫിനിറ്റി ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമലി റേഷ്യോ ആയിട്ട് വോൾട്ടേജ് ഗെയിൻ്റെ റേഷ്യോ ആയിട്ട് തരുവാണെങ്കിൽ ഡൈമെൻഷൻലെസ് ആയിട്ട് തരും. പക്ഷേ ഇത് ഡെസിബിൾസിലാണ്, കണ്ടോ. അപ്പം വോൾട്ടേജ് ഗെയിൻ ഇവിടെ ഡെസിബിൾസിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജ് ഗെയിൻ ഡെസിബിൾസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ CMRR ഇൻ ഡെസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എടുത്തിരിക്കുന്ന റേഷ്യോയുടെ 20 log എടുക്കണം. 20 log to the base 10 ADM by ACM. ഓക്കെ, ഓർ 20 log ADM minus 20 log ACM. അങ്ങനെയാണല്ലോ. log A by B എന്ന് പറഞ്ഞാൽ log A minus log B. ഇതാണ് ഡെസിബിൾസിലുള്ള വാല്യൂ. ഈ ക്വസ്റ്റ്യനിൽ ഡെസിബിൾസ് ആണ് ഡയറക്ട്ലി തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 20 log ന്യൂമറേറ്റർ log A by B എന്ന് പറഞ്ഞാൽ log A minus log B, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഇൻ ഡെസിബിൾസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് കോമൺ മോഡ് ഗെയിൻ ഇൻ ഡെസിബിൾസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എത്ര, 50ഉം 30ഉം. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 50 minus 30, 50 minus 3 dB, 50 minus 3 dB, and that is 47 dB ആണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് മെയിൻ ലോബ് ഇൻ ദ സ്പെക്ട്രം ഓഫ് BPSK സിഗ്നൽ വിത്ത് കാരിയർ ഫ്രീക്വൻസിയും ബിറ്റ് റേറ്റും തന്നിട്ടുണ്ട്. സോ ഇത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ബിറ്റ് റേറ്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ബാൻഡ് വിഡ്ത്ത് പഠിച്ചിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, ഓരോ ബിറ്റ് ബൈ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ബാൻഡ് വിഡ്ത്ത് വേണം, അതാണ് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത്. അപ്പം BASKയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബിറ്റ് റേറ്റ്, ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 RB ആയിരിക്കണം. പിന്നെ BPSKയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എഗെയിൻ 2 RB തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് BPSKയിലാണ്. QPSKയിൽ ഇത് RB ആയിരിക്കും. നമുക്ക് വേണ്ട എന്താണ്, BPSKയിലെ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പം BPSKയുടെ ട്രാൻസ്മിഷൻ ഫോർ BPSK എന്താണ്, ദ ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഓക്കെ, ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 2 times RB ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 2 into ഇവിടെ ബിറ്റ് റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ, 1 kbps എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 kilobits per second or 2 kilobits per second ഹെർട്സ് എന്ന് നമുക്ക് പറയാം അല്ലേ. സോ 2 kilohertz, ദാറ്റ് ഈസ് ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കാരിയർ ഫ്രീക്വൻസിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല, നമുക്ക് ആ ബിറ്റ് റേറ്റ് അറിഞ്ഞാൽ മതി, നമുക്ക് ട്രാൻസ്മിഷൻ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത അഗെയിൻ ക്വസ്റ്റ്യൻ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനകത്ത്
നോക്കിക്കാൻ നിങ്ങൾ പി സി എം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അസ്യൂമിങ് യൂണിഫോം ക്വാണ്ടൈസേഷൻ ആണെന്ന്. പി സി എമ്മിന്റെ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. പി സി എമ്മിനകത്ത് എന്തൊക്കെയാണ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്? നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ ആദ്യം ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കും. ആ ലോ പാസ് ഫിൽറ്റർ ആന്റി ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആന്റി ഏലിയാസിങ് ഫിൽറ്റർ ആണ്, ഏലിയാസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെന്താണ്, നമ്മൾ സാമ്പിളറിലേക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ സാമ്പിൾ ചെയ്ത സിഗ്നലിനെ നമ്മൾ, സാമ്പിൾ എന്ന് പറയുന്നത് ടൈം ഡൊമൈനിൽ അതിനെ ഡിസ്ക്രീറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട്. ടൈം ഡൊമൈനിൽ മാത്രം പോരാ, നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡൊമൈനിലും ഡിസ്ക്രീറ്റൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്വാണ്ടൈസറിലേക്ക് കൊടുക്കും. എന്നിട്ട് കിട്ടുന്ന വേവ് ഫോമിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻകോഡിംഗ് ഉണ്ട്, ഏതെങ്കിലും ഒരു ടിപ്പിക്കൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ അയക്കും, പി സി എം സിഗ്നലായിട്ട് അയക്കും. അപ്പോൾ ഇതാണ് പി സി എം സിഗ്നലിൽ നമ്മൾ പഠിക്കുന്ന ബേസിക് ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ക്വാണ്ടൈസേഷൻ നോൺ യൂണിഫോം ക്വാണ്ടൈസേഷനും ഉണ്ട്, യൂണിഫോം ക്വാണ്ടൈസേഷൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് യൂണിഫോം ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ലെവൽസ് അവർ പറഞ്ഞിട്ടുണ്ട് 1024 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ബാൻഡ് വിഡ്ത്ത്, ദാറ്റ് മീൻസ് ആ ഒരു സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന മാക്സിമം ഫ്രീക്വൻസി കണ്ടന്റ്, അതാണ് ഇവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ്, ഒരു സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന മാക്സിമം ഫ്രീക്വൻസി കണ്ടന്റ്, അതാണ് ഇവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി പി സി എമ്മിന് ഉള്ള ഫോർ പി സി എം ഓക്കെ, അതിൻ്റെ ബിറ്റ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവർ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പെർമിസബിൾ ബിറ്റ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബിറ്റ് റേറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് RB = NFS ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇവിടെ FS എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് നൈക്വിസ്റ്റ് റേറ്റ് ആണ്. നൈക്വിസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2 × FM ആണ്. ക്വസ്റ്റ്യനിൽ 2 × FM ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഒരു സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന മാക്സിമം ഫ്രീക്വൻസി കണ്ട് തന്നിട്ടുണ്ട്. സോ 30 kHz ആണ് എന്ത് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബിറ്റ് റേറ്റ് നമുക്ക് കാണാമല്ലോ. ബിറ്റ് റേറ്റ് = N × FS. ഓക്കെ, ഇവിടെ N എന്ന് പറയുന്നത് ശരിക്കും ആ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഓരോ ഇപ്പം 8 4 ലെവലാണെങ്കിൽ 000 11011 കണ്ടോ, ഓരോ ലെവലിനെ നമുക്ക് 2 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. 2⁻2 ആണ് 4. ഇനി 8 ലെവൽ എന്ന് പറയുവാണെങ്കിൽ 8 ലെവലിനെ എങ്ങനെ നമുക്ക് എത്ര ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? 2⁻3 ആണ് 8, അപ്പൊ 3 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. 00011011001110 അങ്ങനെ പോകും. 11111 വരെ വരും, 8 ലെവൽ അങ്ങനെ ഇടുക. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 1024 ലെവലാണ്. അപ്പൊ നമ്പർ ഓഫ് ബിറ്റ് കണ്ടുപിടിക്കാനായിട്ട് 2⁻n = 1024. 1024 ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര ബിറ്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും n 2⁻10 ആണ് 1024. അപ്പൊ n എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 10 × എന്താണ് 30, ദാറ്റ് ഈസ് kilohertz, 30 kilohertz ആണ്. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 300 kilohertz ആണ്, ദാറ്റ് ഈസ് ബിറ്റ്സ് പെർ സെക്കൻഡ്. 300 BPS എന്ന് നമുക്ക് കിട്ടും. 300 kbps എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അത് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പി സി എമ്മിനകത്ത് ബിറ്റ് റേറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നിൽ കൂടുതൽ തവണ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് സർക്യൂട്ട്സിൽ നിന്നൊരു പ്രോബ്ലം ആണ്. സർക്യൂട്ട്സിനകത്ത് നിന്ന് എപ്പോഴും ഒരു പ്രിയപ്പെട്ട ഒരു, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ഇടാൻ ചൂസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ സെനർ ഡയോഡിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെനർ ഡയോഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സെനർ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നോർമലി ഈ സെനർ വോൾട്ടേജിന് തന്നെ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സെനർ റെഗുലേറ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ അനാലിസിസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് കേട്ട് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ഒന്നും പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, നീ കറണ്ട് തന്നിട്ടുണ്ട്. നീ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെനറിന്റെ കറണ്ടാണ്. അത് നമ്മൾ അങ്ങോട്ടേക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നീ കറണ്ട് തന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് RL ടു ഗെറ്റ് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സെനറിൽ 2 റെഗുലേഷൻ ഉണ്ട്. ഒന്ന് ലൈൻ റെഗുലേഷനും ഉണ്ട്, ആൻഡ് ഓൾസോ ലോഡ് റെഗുലേഷനും ഉണ്ട്. ഓക്കെ, ഇതൊരു ലോഡ് റെഗുലേഷൻ റിലേറ്റഡ് പ്രോബ്ലം ആണ്. കാരണം RLന്റെ മിനിമം വാല്യൂവും RLന്റെ മാക്സിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടുത്തെ RL വേരിയബിൾ ആണ്, നമ്മുടെ സോഴ്സ്. ഓക്കെ, സോഴ്സ് ഫിക്സഡ് ആയിരിക്കും, നമ്മുടെ ലൈൻ ഫിക്സഡ് ആയിരിക്കും, ലോഡാണ് റെഗുലേറ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പം ലോഡ് റെഗുലേഷന്റെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനിവേ മിനിമം വാല്യൂ ഓഫ് RL ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ RLന്റെ മിനിമം വാല്യൂ
മിനിമം വാല്യൂ ഓഫ് ആർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. സോ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വി എൽ ആണ് കേട്ടോ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എപ്പോഴാണ് റെസിസ്റ്റൻസ് മിനിമം ആകുന്നത്, കറണ്ട് മാക്സിമം ആകുമ്പോൾ. അപ്പം ഐ എൽ മാക്സിമം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഐ എൽ മാക്സിമം എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നോ ഈ ഐ എൽ മാക്സിമം, അപ്പൊ വി നോട്ട് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഐ എൽ മാക്സിമം കണ്ടുപിടിച്ചാൽ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ആർ എൽ മിനിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ലോഡ് റെഗുലേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ ഉണ്ട്. അതറിയാമെങ്കിൽ നമുക്ക് ഇത് വേഗം ചെയ്യാം. ഓക്കെ, ഇൻ ലോഡ് റെഗുലേഷൻ ഇതേ കൂട്ട് ലൈൻ റെഗുലേഷനിലും ഉണ്ട് ഇക്വേഷൻ. ലോഡ് റെഗുലേഷനിൽ ഓക്കെ നമ്മുടെ സോഴ്സ്, ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ലൈൻ ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതാണ് VS എന്ന് പറഞ്ഞ സോഴ്സ് IS. ഓക്കെ, അപ്പോൾ ഇവിടെ സോഴ്സ് കറണ്ട്, ഈ സോഴ്സിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ഈ സോഴ്സ് കൊടുക്കുന്ന കറണ്ട്. ഓക്കെ, ഇതാണ് IS എന്ന് പറഞ്ഞ സോഴ്സ് കറണ്ട്. ഓക്കെ, IS എന്ന് പറഞ്ഞാൽ സോഴ്സ് കറണ്ട് ഇതാണ്. ഈ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ശരിക്കും ഈ VZ നമ്മുടെ സെനർ വോൾട്ടേജ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ അപ്പൊ ഇതാണ് നമ്മുടെ സെനർ വോൾട്ടേജ് VZ. ഓക്കെ, സെനറിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അതാണ് എന്ത് IZ എന്ന് പറയുന്നത്. ഓക്കെ, സെനർ വോൾട്ടേജ്. അപ്പോൾ VS IS ഔട്ട്പുട്ട് എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ആ സോഴ്സ് കറണ്ട് ഇസ് ഈക്വൽ ടു IZ. ഈ IZന് ഒരു മിനിമം വാല്യൂ, സെനർ കറണ്ടിന് ഒരു മിനിമം വാല്യൂ ഉണ്ട്, മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന IZ മിനിമം ആണ്, പിന്നെ IL മാക്സിമം വരും. ബിക്കോസ് ഇവിടെ ലോഡ് റെസിസ്റ്റർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ IL മാക്സിമം IL മിനിമം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IS ഇസ് ഈക്വൽ ടു IZ മാക്സിമം പ്ലസ് IL മിനിമം. ഓക്കെ, ഇങ്ങനെയാണ് 2 ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെനർ ഡയോഡിന്റെ അനാലിസിസ് പഠിക്കുമ്പോൾ ഇതിന് ക്ലിയർ കൺസെപ്റ്റ് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഓക്കെ, റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് എന്താ, IL മാക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ബിക്കോസ് RL മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ, മിനിമം റെസിസ്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം കറണ്ട് കണ്ടുപിടിക്കണം. IL മാക്സിന്റെ ഫോർമുല എന്താണെന്നറിയാമോ, IS. നിങ്ങൾ ഇതിനകത്തേക്ക് തന്നെ നോക്കിയാൽ മതി. ഇതിലേക്കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ IL അത് മാക്സിമം കറണ്ട് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ടോട്ടൽ കറണ്ട് ഈ ബ്രാഞ്ചിൽ നിന്ന് പ്രൊവൈഡ് പോകുന്നത് IS ആ. ISൽ നിന്ന് ഈ ബ്രാഞ്ചിലേക്കുള്ള കറണ്ട് IZ കുറയ്ക്കണം. IZ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പൊ ഇങ്ങോട്ടേക്ക് IS വരുക, ISൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ട് കുറച്ചാൽ ബാക്കി ഈ റെസിസ്റ്റർ RL കൂടി പോകുന്ന കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ISൽ നിന്ന് IZ മിനിമം കുറച്ചാലേ IL മാക്സിമം കിട്ടും. അതും ഒരു ഇക്വേഷനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, IL മാക്സ് കിട്ടണമെങ്കിൽ ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് IS എന്താണ്, IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ അതിനകത്തേക്ക് വീണ്ടും കാണിക്കുന്നില്ല. ഇതാണല്ലോ നമ്മുടെ RS. ബാക്കി ഇങ്ങോട്ടേക്കുണ്ട്, ബാക്കി ഞാൻ വരയ്ക്കുന്നില്ല. അപ്പൊ ഇവിടെ VS ഉണ്ട്, നമ്മുടെ RS ഉണ്ട്. RS എന്ന് പറയുന്നത് എത്രയാണ്, 100 ohms ആണ്. ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന കറണ്ട് ആണല്ലോ IS. അപ്പൊ IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ നമ്മുടെ സെനർ വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെനർ വോൾട്ടേജ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ സെനർ വോൾട്ടേജിന്റെ വോൾട്ടേജ് ആണ് VZ. അപ്പൊ ഈ IS എന്ന് പറഞ്ഞാൽ കറണ്ട് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഒരു എൻഡിൽ VZ ആണ്, ഒരു എൻഡിൽ വോൾട്ടേജ് സോഴ്സ് എത്ര, VS ആണ്. അപ്പം എങ്ങനെയാണ് IS കണ്ടുപിടിക്കുന്നത്, സോഴ്സ് വോൾട്ടേജ് മൈനസ് ദാറ്റ് സെനർ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ അതിന്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റർ ഏതാണ്, ഈ 100 ohms. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 14.5 ആണ് VSൽ തന്നിരിക്കുന്ന വാല്യൂ. സെനർ വോൾട്ടേജ് 7 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ, 0.075 ആംപിയർ എന്ന് കിട്ടും. ഓർ ഇതിനെ 75 മില്ലി ആംപിയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് IL മാക്സ് കണ്ടുപിടിക്കാമല്ലോ. IL മാക്സിന്റെ ഇക്വേഷൻ എന്താണ്, IS ഇപ്പൊ കിട്ടി 75 മില്ലി ആംപിയർ മൈനസ് IZ മിനിമം. ഈ IZ മിനിമം ആണെന്ത്, നീ കറണ്ട് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ നീ കറണ്ട് കണ്ടോ, ഇതെന്താണെന്ന് അറിയാമോ, ദിസ് ഈസ് ദ IZ മിനിമം കറണ്ട്. അപ്പൊ 5 മില്ലി ആംപിയർ ഇതിനകത്തുനിന്ന് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 70 മില്ലി ആംപിയർന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി, IL മാക്സ് കിട്ടി. ഓക്കെ, IL മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ്, RL മിനിമം.
ഓക്കെ, ഇനി RL മിനിമം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ RL മിനിമം ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്തായിരുന്നു? B0 ഡിവൈഡഡ് ബൈ എന്താണ് ഈ IL മാക്സ്. ഓക്കെ, B0 എന്ന് പറയുന്നത് സെനർ വോൾട്ടേജ് തന്നെയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7 വോൾട്ട് എന്ന്, ഡിവൈഡഡ് ബൈ ഈ 70 മില്ലി ആംപിയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാവോ? വിൽ ഗെറ്റ് 100 ohms ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 100 ohms തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിനകത്ത് ലോഡ് റെഗുലേറ്റഡ് പ്രോബ്ലംസിന്റെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ലൈൻ റെഗുലേഷനിലുള്ള പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ ഇതൊരു കമ്മ്യൂണിക്കേഷനൊക്കെ എപ്പോഴും ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷനും LIC ഡിജിറ്റൽ എല്ലാത്തൊന്നും ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ ടെക്നിക്കൽ അസിസ്റ്റന്റിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ? ഒരു കരിയർ ഈസ് AM ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വിത്ത് മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. മോഡുലേഷൻ ഇൻഡെക്സിന്റെ പെർസെൻറ്റേജിൽ 60%. 60% എന്ന് പറഞ്ഞാൽ 60/100 തന്നെ 0.6. നമ്മൾ ബിറ്റ്വീൻ 0 to 1 ഒരു വാല്യൂലാണ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹീൽഡിങ് എ ട്രാൻസ്മിറ്റഡ് പവർ. സോ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ തന്നിട്ടുണ്ട് 472 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഫേമസ് ഇക്വേഷൻ ആണ് നമ്മുടെ AM ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ ഇസ് ഈക്വൽ ടു കാരിയർ പവർ ഇൻറ്റു 1+m²/2 എന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 472 വാട്ട് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് കാരിയർ പവർ ഇൻറ്റു 1+0.6² ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കരിയർ പവർ എന്ന് പറയുന്നത് ഒരു 400 വാട്ടിന് അടുത്ത് വരും. പക്ഷേ ഇത് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് 400 വാട്ട് എന്ന് തന്നെ എടുക്കുകയാണ്. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 400 വാട്ട്. ഓക്കെ, പിന്നെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ശരിക്കും ഈ ടോട്ടലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനകത്ത് കരിയറിന്റെ പവറും കാണും, പിന്നെ 2 സൈഡ് ബാൻഡ്, അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും ഉണ്ട് AM-നകത്ത്. അപ്പോൾ ആ 2 സൈഡ് ബാൻഡിന്റെ പവറും കൂടി ചേർത്താണ് മൊത്തത്തിൽ നമ്മൾ ഈ AM വേവിനെ അയക്കുന്നത്. ഇവരിവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് പവർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കരിയർ പവറും ഒരു സൈഡ് ബാൻഡും നമ്മൾ സപ്രസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, കാരിയറും, അതായത് പല സ്കീംസുകളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ, SSB, SC, SB സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, അങ്ങനെ ഏമിനകത്ത് കുറേ സ്കീമുണ്ട്. ഇതിനകത്ത് ഒരു സ്കീം വെച്ചിട്ട് അവർ പറയുന്നത് ഒരു കാരിയറിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നു, അയക്കുന്നില്ല, കാരിയറിനെ അയക്കുന്നില്ല, 2 സൈഡ് ബാൻഡിന് പകരം ഒരു സൈഡ് ബാൻഡേ നമ്മൾ അയക്കുന്നുള്ളൂ, മറ്റേ സൈഡ് ബാൻഡും നമ്മൾ അയക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം സൈഡ് ബാൻഡ് പവറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൈഡ് ബാൻഡ് പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ. ഓക്കെ, ഇതത് 2 സൈഡ് ബാൻഡിന്റെ പവറാണ്. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ആ പവറിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാരിയറിന്റെ പവറും ഉണ്ട്, 2 സൈഡ് ബാൻഡിന്റെ പവറും ഉണ്ട്. അപ്പോൾ ആ 2 സൈഡ് ബാൻഡിന്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ പവറിൽ നിന്ന് കാരിയർ പവർ സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ പവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 472 എന്ന്. കാരിയർ പവർ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു 400. അപ്പോൾ എത്ര കിട്ടി? 72 വാട്ടാണ് 2 സൈഡ് ബാൻഡിന്റെ പവർ. അപ്പോൾ ഒരു സൈഡ് ബാൻഡിന്റെ പവർ എത്രയാണ്? 1 സൈഡ് ബാൻഡ് പവർ. 1 സൈഡ് ബാൻഡിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 36 വാട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എത്ര പവറാണ് സേവ് ചെയ്തിരിക്കുന്നത്? അപ്പൊ പവർ സേവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്നത് ഇവിടെ എന്തിനെയൊക്കെ സപ്രസ് ചെയ്യുന്നത്? കരിയറിനെ സപ്രസ് ചെയ്യുന്നു, ഒരു സൈഡ് ബാൻഡിനെ സപ്രസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ 2ന്റെ പവർ നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ അയക്കുന്നില്ല. സോ ടോട്ടൽ പവർ സേവ്ഡ്. ഓക്കെ, therefore ടോട്ടൽ പവർ ടോട്ടൽ പവർ സേവ്ഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ആ കാരിയറിനെ അയക്കുന്നില്ല, അപ്പൊ അതിന്റെ പവർ സേവ് ചെയ്തു. പിന്നെ ഒരു സൈഡ് ബാൻഡിനെ നമ്മൾ അയക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സപ്രസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സൈഡ് ബാൻഡിന്റെയും പവർ നമ്മൾ സേവ് ചെയ്തു, 1 സൈഡ് ബാൻഡ് പവർ. കാരണം നോർമലി നമ്മൾ അയക്കുമ്പം ഈ കാരിയറും 2 സൈഡ് ബാൻഡും ചേർത്തിട്ട് അയക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പവറാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. കാരിയറിന്റെ പവർ എത്രയാണ് അവർ തന്നിട്ടുള്ളത്? കാരിയറിന്റെ പവർ നമ്മളിവിടെ കണ്ടുപിടിച്ചു 400. ഒരു സൈഡ് ബാൻഡിന്റെ പവർ നമുക്ക് ഇപ്പൊ കിട്ടി 36. അപ്പൊ മൊത്തം എത്രയാണ്? 436 വാട്ട്. 436 വാട്ടാണ് ആ പവർ സേവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ C ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിനകത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്പാമ്പിൽ നിന്ന് വരുന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് ദ വോൾട്ടേജ് അറ്റ് ദിസ് പോയിന്റ് ബി ഈക്വൽ ടു VA. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് VA കാണുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ജസ്റ്റ് നിങ്ങൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. 40K ഡിവൈഡഡ് ബൈ 1.2 മെഗാ ഓംസ് പ്ലസ് 40 കിലോ ഓംസ് ഇൻറ്റു
വി ഔട്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? -40 ഡിവൈഡഡ് ബൈ 1.2 മെഗാ ഓംസിനെയും കിലോ ഓംസിനെയും മൊത്തത്തിൽ കിലോയിലേക്കോ അല്ലെങ്കിൽ ഓംസിലേക്കോ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ 1260 എന്ന് കിട്ടും. ഇൻറ്റു 0.62 -0.62ൻ്റെ മൈനസ് ഞാനവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, -40. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി -19.6 മില്ലി വോൾട്ട് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നിങ്ങൾക്ക് -20 മില്ലി വോൾട്ട് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത് ഓപ്പ് ആമ്പിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തെന്ന് പറഞ്ഞാൽ ഡിജിറ്റലി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പലതവണ ഗേറ്റിനും ഇസ്രോയിലും ഹായലും DRDO PSNL കേരള PSCക്കും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇതൊരു ഷിഫ്റ്റ് രജിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഇനിഷ്യൽ കണ്ടൻസ് 1010 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് 3 ക്ലോക്ക് പൾസസ് കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത കണ്ടന്റ് എന്നാണ്. അപ്പം നമുക്ക് ഈ കണ്ടന്റിന് നമുക്ക് ഓരോ പേര് കൊടുക്കാം. ഇതിനകത്തുള്ള കണ്ടന്റിനെ A എന്ന്, ഇതിനകത്തുള്ള കണ്ടന്റ് B, ഇതിനകത്തുള്ള കണ്ടന്റ് C, ഇതിനകത്തുള്ള കണ്ടന്റ് D എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ക്ലോക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനിഷ്യൽ കണ്ടന്റ് എന്ന് പറയുന്നത് A, B, C, D ആണ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി എന്താ ഇതിനകത്തുള്ളത്? 1 0 1 0 ആണ് ഇനിഷ്യലി. ഓക്കെ, ഇനിഷ്യലി. ഓക്കെ, നൗ ക്ലോക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? E1 ഇവിടെ വരും, E0 ഇവിടെ പോകും, E1 ഇവിടെ വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? E1 ഇവിടെ വരും, E0 ഇങ്ങോട്ടേക്ക് വരും, E1 എന്ന് പറയുന്നത് ഇവിടെ വരും. എന്നിട്ട് ഈ എയിൽ എന്താ വരുന്നത്? എയിൽ എന്ന് പറഞ്ഞാൽ ബിയിലും സിയിലും ഉള്ളതിനെ എക്സോർ ചെയ്യുവാണ്. ഇതൊരു എക്സോർ ഗേറ്റ് ആണ്. ഓക്കെ, ബി എക്സോർ സി ആണ് നമ്മുടെ എയിലേക്ക് വരുന്നത് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, ബിയുടെയും സിയുടെയും കൂടി കണ്ടന്റ് എക്സോർ ചെയ്തിട്ടാണ് എയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 XOR 1. 0 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാമല്ലോ, 0 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 XOR 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 ആണ്. സെയിം ബിറ്റുകൾ തമ്മിൽ എക്സോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടും. സോ 1 XOR 1 എന്ന് പറഞ്ഞാലും എന്താണ്? അത് 0 ആണ്. അപ്പൊ ഇവിടെ 0 XOR 1 ആണ് ബിയും സിയും, അതാണ് എയിലേക്ക് വരുന്നത്. അപ്പൊ എന്ത് കിട്ടി? 1 കിട്ടി. ഓക്കെ, സെക്കൻഡ് ക്ലോക്ക് പൾസ് ചെയ്യുമ്പോൾ എഗെയിൻ എയിലിരിക്കുന്നത് ഇവിടെ വരും. ദിസ് 1 വിൽ കം ഹിയർ. ഈ 0 ഇവിടേക്ക് വരും. ഇനി എയിലേക്ക് വരുന്നത് എന്താ? ബിയും സിയിലെ എക്സോർ ചെയ്യണം. അപ്പൊ ബിയിലും സിയിലും ഇവിടെ എന്ന് പറഞ്ഞാൽ 1ഉം 0ഉം ആയിരുന്നു. 1 XOR 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, അതിവിടെ വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ നമുക്ക് എന്താ ചെയ്യുന്നുണ്ട്? ഈ 1 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും. ഓക്കെ, E1 ഡിയിലേക്ക് വരും, എയിലേക്ക് ബിയും സിയും എക്സോർ ചെയ്യണം. അപ്പോൾ 1 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സോ 0 1 1 1 ആണ് മൂന്നാമത്തെ ക്ലോക്ക് പൾസ് കഴിയുമ്പം നമ്മുടെ ഈ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഉള്ള ഡേറ്റ. ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇതിനകത്ത് എക്സോർ ഗേറ്റ് ചിലപ്പോൾ ഇവിടുന്ന് ബിയും സിയും. ക്വസ്റ്റ്യൻസിന് മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എയിൽ നിന്നും ഡിയിൽ നിന്ന് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സിയിൽ നിന്ന് ഡിയിൽ നിന്ന് കൊടുക്കും. ഇങ്ങനെ 3 ക്ലോക്ക് പൾസിന് വരെ അവർ 4 ക്ലോക്ക് പൾസിന് ശേഷം എത്രയാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, എ സിലിക്കൺ സാമ്പിൾ ഈസ് ഡോപ്ഡ് വിത്ത് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബോറോൺ കണ്ടിട്ട് ബോറോൺ ഉണ്ട്. ബോറോണിന്റെ പി ടൈപ്പ് ബോറോൺ വെച്ചാണ് ഡോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ബോറോൺ ഏതാണ്? നമ്മുടെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ് ബോറോൺ. ഓക്കെ, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ് ബോറോൺ. ഏതൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇന്ത്യൻ. ഓക്കെ, ഇതൊക്കെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇതൊരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ ബാൽ ഗംഗാധർ ഈസ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഓർത്തിരിക്കാറുണ്ട് അല്ലേ? അപ്പൊ എനിവേ ബോറോൺ എന്ന് പറയുന്നത് അക്സെപ്റ്റർ ആണ്. ഈ ബോറോൺ വെച്ച് നമ്മുടെ സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെമി കണ്ടക്ടർ എന്തായി മാറും എന്നറിയാമോ? പി ടൈപ്പ് ആയിട്ട് മാറും. ഓക്കെ, പക്ഷെ ഫോസ്ഫറസ് ഒക്കെ ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. അത് വെച്ച് ഡോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെമി കണ്ടക്ടർ എൻ ടൈപ്പ് ആയിട്ട് മാറും. ഓക്കെ, ഇനി മാസ് ആക്ഷൻ ലോ വെച്ചിട്ട് ഒരു ഫേമസ് ഇക്വേഷൻ ഉണ്ട്, NP = NI². ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് ബോറോൺ വെച്ചിട്ട് ബോറോണിന്റെ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഇത്രയും ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇതാണ് ഇമ്പ്യൂരിറ്റി, ഇത്രയും ബോറോൺസ്. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ് ബോറോൺ. അപ്പൊ ബോറോണിന്റെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത് 1.5 × 10⁻14 തന്നിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നു എന്ന് പറയുന്നുണ്ട്. ഈ കംപ്ലീറ്റ് അയണൈസേഷന്റെ സംഭവം എന്താണെന്നറിയാമോ? ഒരു ബോറോൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയും ബോറോൺ ആറ്റംസ് ഉണ്ട്. ഈ ഓരോ ബോറോണും നമ്മുടെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഓരോ ബോറോണും എന്താണ്? ഓരോ ഹോളിനെ
റിലീസ് ചെയ്യും. ഓരോ ഹോളിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഹോൾ വരുമ്പോഴത്തേക്കും ഈ ബോറോൺ എന്താവും അറിയാവോ, ഒരു നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. അപ്പം അയോണൈസ്ഡ് ആയി, ഈ ബോറോൺ അയോണൈസ്ഡ് ആയി ഓൺ റിലീസിങ് എ ഹോൾ. അങ്ങനെ ഒരു ബോറോൺ ആറ്റം ഒരു ഹോളിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പി ടൈപ്പ് അല്ലേ ഹോളാണ് റിലീസ് ചെയ്യുന്നത്, അത് എന്തായിട്ട് മാറി, അയോൺസ് ആയിട്ട് മാറി. അങ്ങനെ കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 × 10⁻14 ഇത്രയും ബോറോൺ ആറ്റംസും ഓരോ ഹോളിനെ റിലീസ് ചെയ്തു എന്നാണ് അർത്ഥം. അതായത് എത്ര ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കും നമ്മുടെ ഹോളിന്റെ എണ്ണവും. കാരണം കംപ്ലീറ്റ് 1-2 ആറ്റംസ് അല്ല അയണൈസ് ആയിരിക്കുന്നത്, എത്ര ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നോ അത്രയും ഇമ്പ്യൂരിറ്റിയും അയണൈസ്ഡ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും ഹോൾസ് അത് കൊടുത്തു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം 1.5 × 10⁻14 തന്നെ ആയിരിക്കും എന്ത് ഹോളിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പൊ ബോറോണിന് പകരം ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഫോസ്ഫറസ് ആണെങ്കിൽ അത് അവിടെ കൊടുക്കുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ SST നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, നൗ പി അറിയാം. അപ്പൊ ഈ ഇക്വേഷനകത്ത് അവർ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ ആണ്. N ആണ് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ, P ആണ് ഹോളിന്റെ കോൺസെൻട്രേഷൻ. Ni എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, Ni എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, Ni ഡിനോട്ട് ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ് Ni. ഓക്കെ, അപ്പൊ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ N ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ P. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കണ്ടോ, 1.5 × 10⁻, see this is the intrinsic carrier concentration, 10⁻10 the whole square divided by എത്രയാണ് തന്നിരിക്കുന്നത്, 1.5 × 10⁻14 എന്ന് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ ചെയ്യുമ്പോഴത്തേക്കും 1.5 × 10 ആണ്, 1.5 the whole square into 10 × 2 എന്ന് പറഞ്ഞാൽ 10⁻20 അല്ലേ, ഡിവൈഡഡ് ബൈ 1.5 × 10⁻14 വരും. അപ്പൊ ഇതിനെ 10⁻14 10⁻20 പോകുമ്പോൾ 10⁻6 വരും. ഒരു 1.5 പോകുമ്പോൾ ഒരു 1.5 വരും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 1.5 × 10⁻6 cm/³ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ് വന്നിരിക്കുന്നത്, വേണ്ട ഓപ്ഷൻ ബി 1.5 × 10⁻6 cm³ ആണ് നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു PCMനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം PCMനകത്ത് SNR, PCMനകത്ത് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു. PCM ഒക്കെ എപ്പോഴും ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഇസ്രോയിലൊക്കെ ഇസ്രോയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആ ഒരു ലെവലിലേക്ക് ചോദിക്കുന്ന എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം PCMനകത്ത് നിങ്ങളൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, അതായത് സിഗ്നൽ ടു നോയിസ് ക്വാണ്ടൈസേഷൻ നോയിസ് ആണ്. ഈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2⁻2n എന്നൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. N എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ, ആ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്, നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് N എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്ക് കാണാം N ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2⁻2n കൂടും. ഓട്ടോമാറ്റിക്കലി ഈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ, നോയിസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ നോയിസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ, അതാണ് ഇവിടെ കൂടുന്നത്. അപ്പം ഈ ഒരു സിഗ്നൽ ടു നോയിസ് റേഷ്യോ കൂടും. ഇപ്പം N കൂടുമ്പോൾ സിഗ്നൽ ടു നോയിസ് റേഷ്യോ കൂടും. അത്രയും മനസ്സിലായല്ലോ. എവരിവിടെ ചോദിച്ചിരിക്കുന്നത് N to N ആദ്യം, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം, ആദ്യം 1 നമ്പർ ഓഫ് ബിറ്റ് എന്ന് വിചാരിക്കും. ഓക്കെ, ഈ 1-ൽ നിന്ന് 10ലേക്ക് നമ്പർ ഓഫ് ബിറ്റ് കൂടുവാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് SNR എത്ര SNR കൂടും, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, N കൂടുന്ന SNR എത്ര കൂടുമെന്ന് ചോദിക്കുവാണെങ്കിൽ SNR കൂടുന്നത് 2⁻, എത്രയെന്നറിയാവോ, ഈ ഇൻക്രീസ് ഇൻ ബിറ്റ് കാണണം, 2⁻2k ടൈംസ് ആയിരിക്കും കൂടുതൽ. K എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ബിറ്റാ. ഇവിടെ 1-ൽ നിന്ന് 10ലേക്ക് പോകുമ്പം ഇൻക്രീസ് ഇൻ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. മനസ്സിലായോ? അപ്പൊ 2⁻2 × 9 2⁻18 ടൈംസ് ആണ് കൂടുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, N-ൽ നിന്ന് N+2ലേക്കാണ് കൂടുന്നത്. അപ്പം ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? അപ്പൊ ഇവിടെ K എന്ന് പറയുന്നത് ആ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ബിറ്റ് ആണ്. N+2 - N ചെയ്യണം. ഓക്കെ, അപ്പം എന്താ നമുക്ക് കിട്ടുന്നത്, 2 എന്ന് കിട്ടി. അപ്പം ഇൻക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ, എപ്പോഴും ഇൻക്രീസ് എന്ന് പറയുന്നത് K നമ്പർ ഓഫ് ബിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2⁻2k ടൈംസ് ആയിരിക്കും SNR കൂടുന്നത്. ഈ SNR കൂടുമെന്ന് പറഞ്ഞില്ലേ, ഇൻക്രീസസ് ബൈ 2⁻2k ടൈംസ്, വേർ K എന്ന് പറയുന്നത് ആ ഇൻക്രീസ് ഇൻ ബിറ്റ് ആണ്. N-ൽ നിന്ന് N+2ലേക്ക് കൂടുമ്പം N+2 ആകുമ്പോൾ എത്ര ബിറ്റ് ഇൻക്രീസ് ആയി, 2 ബിറ്റ് ഇൻക്രീസ് ആയി. അപ്പോൾ 2⁻2
2k ടൈംസ് ഇൻക്രീസ് ആകും SNR. ദാറ്റ് ഈസ് 2⁻2 × 2, ദാറ്റ് ഈസ് 2⁴ ടൈംസ് ആണ് ഇൻക്രീസ് ആകുന്നത്. ഈ ഇക്വേഷനകത്ത് എവിടെയെങ്കിലും n വരുന്നുണ്ടോ? ഇല്ല. 2⁻2k എവിടെയെങ്കിലും n വരുന്നുണ്ടോ? ഇല്ല. ആ ഇൻക്രീസ് ഇൻ ബിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം 2⁴ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് n ആണ്. ആ ഇക്വേഷനകത്ത് n-ന്റെ വാല്യൂ വരുന്നതേ ഇല്ല. സോ SNRന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n. ആ ഇൻക്രീസ് മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യാവുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു BJT ആണ്. കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മൾ കോമൺ എമിറ്ററിനകത്ത് ഈ പൈ മോഡൽ പഠിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ഇക്വേഷനാണ് ഈ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കളക്ടർ കറണ്ട് തന്നിട്ടുണ്ട് 2 mA. ഓക്കെ, കോമൺ എമിറ്റർ കറണ്ട് ഗെയിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് 100. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ. ആൽഫ കോമൺ ബേസ്, ബീറ്റ കോമൺ എമിറ്റർ, ഗാമ കോമൺ കളക്ടറിന്റെ കറണ്ട് ഗെയിൻ. ഓക്കെ, പിന്നെ തെർമൽ വോൾട്ടേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 25 mV എന്ന് അസ്യൂം ചെയ്തെടുക്കണം. പലപ്പോഴും BT ക്വസ്റ്റ്യനിൽ തരാതെയും ചോദിച്ചിട്ടുണ്ട്. അതൊരു കോൺസ്റ്റന്റ് ആണ്. ആ തെർമൽ ഇക്വലന്റ് വോൾട്ടേജ് ആണ്, അത് അങ്ങനെ എടുക്കണം കേട്ടോ. 25 mV ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ നോർമലി ഈ പൈ മോഡലൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് R⁻ വെച്ചിട്ടാണ്. അത് നമ്മൾ പൈ മോഡൽ പഠിക്കുന്ന സമയത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ R⁻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ബീറ്റ ഡിവൈഡഡ് ബൈ GM ആണ് ഫോർമുല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബീറ്റ തന്നിട്ടുണ്ട്. GM അറിയാമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കാം. അപ്പൊ GM കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. IC/VT ആണ് GM കണ്ടുപിടിക്കാനുള്ള ഫോർമുല. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? കളക്ടർ കറണ്ട് 2 mA തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 25 mV തന്നിട്ടുണ്ട്. അപ്പൊ R⁻ എന്താകും? R⁻ വിൽ ബി ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ ദിസ് 2 mA ഡിവൈഡഡ് ബൈ 25 mV, ഓർ ദിറ്റ് ഈസ് ഈക്വൽ ടു 100 × 25 mV ഡിവൈഡഡ് ബൈ 2 mA ആയിരിക്കും R⁻. സോ R⁻ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 250 50 × 25 എന്ന് പറഞ്ഞാൽ 1250. ദാറ്റ് മില്ലി ആൻഡ് മില്ലി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഇത്രയും ഓംസ് ആണ് കിട്ടുന്നത്. അതായത് 1.25 കിലോ ഓംസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 1.25 കിലോ ഓംസ്. ദിസ് ഈസ് ദ ഓപ്ഷൻ C. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കപ്പോഴും കേരള PSCയിൽ വരെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. R⁻ GM യൂസ് ചെയ്തിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എളുപ്പമാണ്. ഒരു വളരെ സിമ്പിൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം നമുക്ക് ഏത് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയ്സൺസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ. അതിനകത്ത് പറയുന്നത് ഈ y/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഫോർവേഡ് പാത്ത്. ഓക്കെ, ഗെയിൻ ഓഫ് ഫോർവേഡ് പാത്ത് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗെയിൻ ഓഫ് ദ ലൂപ്പ്. 1 മൈനസ് ഗെയിൻ ഓഫ് ദ ലൂപ്പ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ G എന്ന് തന്നിട്ടുണ്ട്. ഗെയിൻ ഓഫ് ഫോർവേഡ് പാത്ത് നോക്കിയേ 1 ആണ് എഴുതിയിട്ടുണ്ട്. അപ്പം എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗെയിൻ ഓഫ് ദ ലൂപ്പ് തന്നിട്ടുണ്ട്. ഇതാണ് ലൂപ്പ്. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതേ പോയിന്റിൽ തന്നെ അവസാനിക്കുന്നു. അതാണ് ലൂപ്പ്. ഒറ്റ ഒരു ലൂപ്പേ ഉള്ളൂ. ആ ലൂപ്പിന്റെ ഗെയിൻ തന്നിട്ടുണ്ട് G. സോ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് G ഈസ് ദ ആൻസർ. അപ്പോൾ ഓപ്ഷൻ C ആണ്. ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് അക്രോസ് 10 ohm റെസിസ്റ്റൻസ് ആണ്. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ KCL അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് KCL അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പ് നോഡ് എടുക്കുക. ടോപ്പ് നോഡിനെ നമ്മൾ ഒരു A എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ടോപ്പ് നോഡ് A എന്ന് പറഞ്ഞ് എടുത്തോ. അപ്പോൾ ഈ ടോപ്പ് നോഡിൽ നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ KCL നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം ഈ ടോപ്പ് നോഡിലുള്ള വോൾട്ടേജ്, ഫോർ എക്സാമ്പിൾ ഈ V ആണെങ്കിൽ, ഓക്കെ, V ആണ് വോൾട്ടേജ് എങ്കിൽ 5 ഓമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? V/5 ആയിരിക്കും. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആ നോഡിൽ നിന്ന് എല്ലാ കറണ്ടും ലീവ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, ഈ 10 ഓമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പം വോൾട്ടേജ് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഓരോ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്. അതിനെ V എന്നും പറഞ്ഞെടുക്കുവാണ്. സോ ഇറ്റ് വിൽ ബി V/10 ആയിരിക്കും ഈ ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പാരലാണ്. ഞാൻ പറഞ്ഞ എല്ലാ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആണ്. സോ 2 ഓമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ V/2 എന്ന് എടുത്ത് ഇനി നിങ്ങൾ ജസ്റ്റ് KCL അപ്ലൈ ചെയ്താൽ മതി. KCLനകത്ത് നോക്കിയേ, ഒരു 10 ആംപിയർ കറണ്ട് എൻറ്ററിങ് ആണ്, ഈ നോഡിലേക്ക് എൻറ്ററിങ് ആണ്. ഈ 5 ആംപിയർ കറണ്ടിന്റെ
ഡയറക്ഷൻ നോക്കി ഇങ്ങോട്ടേക്കാണ്, ഈ നോഡിൽ നിന്ന് ലീവിങ് ആണ്. അപ്പോൾ KCL ഇക്വേഷൻ വെച്ച് പറയുന്നത് ടോട്ടൽ കറണ്ട് ലീവിങ്ങും ടോട്ടൽ കറണ്ട് എൻറ്ററിങ്ങും സെയിം ആയിരിക്കണം. ടോട്ടൽ കറണ്ട് എൻറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ നോക്കിക്കേ, ആ 10 ആമ്പിയർ കറണ്ട് മാത്രമേ നോഡ് എയിലേക്ക് കണ്ടോ എൻറ്റേർഡ് ആകുന്നുള്ളൂ, ഡയറക്ഷൻ ഇങ്ങനെ എൻറ്റേർഡ് ആകുന്നുള്ളൂ, ബാക്കി എല്ലാം ലിവിങ് ആണ്. സോ കറണ്ട് ലീവിങ് ഏതൊക്കെയാണ് ഇവിടെ? കറണ്ട് ലീവിങ് എന്ന് പറയുന്നത് V/5 എന്ന് പറഞ്ഞ കറണ്ട് ലീവിങ് ആണ്, V/10 എന്ന് പറഞ്ഞ കറണ്ട് ലീവിങ് ആണ്, V/2 എന്ന് പറഞ്ഞ കറണ്ട് ലീവിങ് ആണ്. ഓക്കെ, ദാറ്റ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് ഇത്രയും കറണ്ട്. ആൻഡ് ഓൾസോ 5 ആംപിയർ കറണ്ട് ഈസ് ഓൾസോ വാട്ട് ലീവിങ്. ഓക്കെ, KCL പ്രകാരം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് V/5 പ്ലസ് V/10 പ്ലസ് V/2 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 10. നൗ ഇതിനകത്തുനിന്ന് സിംപ്ലി നിങ്ങൾക്ക് വോൾട്ടേജ് സോൾവ് ചെയ്തെടുക്കാം. വോൾട്ടേജ് സോൾവ് ചെയ്തെടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആ 6.25 വോൾട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. വോൾട്ടേജ് അക്രോസ് ഓരോന്ന് 10 ohm ആയാലും 5 ohm ആയാലും എല്ലാം ഇവിടെ സെയിം ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഇമ്പൾസ്. ഇത് യൂണിറ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തുനിന്ന് ചോദിക്കുന്നത്. അതിനകത്ത് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കുറേ സിഗ്നൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനകത്ത് നിങ്ങൾ പഠിക്കും യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ അത് 1 ആണ് കിട്ടുന്നത് കേട്ടോ, 1. അപ്പം ആൻസർ ഓപ്ഷൻ ബി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അറിഞ്ഞാൽ നമുക്കത് വേഗം ചെയ്യാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ? ഒന്ന്, ആദ്യത്തെ എനി സിഗ്നൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് ആൻ ഓഡ് ആൻഡ് ഈവൻ സിഗ്നൽ. അത് ശരിയാണ് കേട്ടോ. ഏത് സിഗ്നലിനെയും നമുക്ക് അതിൻ്റെ ഈവൻ പാർട്ടും ഓഡ് പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡ് പാർട്ടും അതിൻ്റെ ഈവൻ പാർട്ടുമായിട്ട് സം ചെയ്ത് നമുക്ക് ആ സിഗ്നലിനെ എഴുതാൻ പറ്റും. അടുത്തത്, സം ഓഫ് 2 പീരിയോഡിക് സിഗ്നൽ ഈസ് ഓൾവേസ് പീരിയോഡിക്. ഇത് തെറ്റാണ്. ഒരിക്കലും 2 പീരിയോഡിക് സിഗ്നലിനെ ആഡ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമുക്ക് പീരിയോഡിക്ക് കിട്ടത്തില്ല. ഓക്കെ, നോൺ പീരിയോഡിക് ആയിട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് ഫോർ എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഫോൾസ് ആണ് കേട്ടോ. എനി ഓഫ് ദ പീരിയഡ് സിഗ്നൽ ക്യാൻ ബി എക്സ്പ്രസ് സം ഓഫ് സൈനസോയിഡൽ സിഗ്നൽ. ഇത് ശരിയാണ് കേട്ടോ. ബേസ്ഡ് ഓൺ ഫോറിയർ സീരീസിന്റെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇത് ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, none of the above, which of the following is false for a continuous time signal? Actually ബിയും ഫോൾസ് ആണ്. അതുകൊണ്ട് തന്നെ none of the above തെറ്റാണല്ലേ, കാരണം ഓൾറെഡി ബി ഫോൾസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടായിരിക്കും വരേണ്ടത്. അപ്പം ഇതിനകത്ത് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ഫോൾസ്. ഓപ്ഷൻ ബി ഈസ് ഫോൾസ് ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു മോസ്ഫെറ്റിനകത്ത് എന്താണ് ഡ്രെയിൻ കറണ്ടിൻ്റെ റിലേഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ്. ഓക്കെ, നമ്മൾ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡോ ദാറ്റ് ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട്. ഈ IDS ആണ് ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് ബൈ ഡോ VGS ആണ്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് GM-ഉം ഡോ IDS-ഉം തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോറി, IDS-ഉം തമ്മിലുള്ള, IDS ആണ് ഡ്രെയിൻ കറണ്ട്, ID, ഈ ID തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ IDS-ന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇവിടെ ഇട്ട് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടും. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ടൈംസ് mu n ഇൻറ്റു, ഇതൊക്കെ ഒരു കോൺസ്റ്റന്റ് ആണ്, W/L വിത്ത് ബൈ ലെങ്ത് റേഷ്യോ ഇൻറ്റു IDS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? GM എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് IDS എന്ന് കിട്ടും. IDS എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഡ്രെയിൻ കറണ്ട് ആണ്. സോ ട്രാൻസ് കണ്ടക്ടൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡ്രെയിൻ കറണ്ട് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഇതായിട്ടൊക്കെ തോന്നും, പക്ഷേ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കമ്പാരറ്റർ സർക്യൂട്ടായി കാണിച്ചിരിക്കുന്നത്. കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആ പോസിറ്റീവിലുള്ള വോൾട്ടേജും നെഗറ്റീവിലുള്ള വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും. പോസിറ്റീവിലുള്ള വോൾട്ടേജ് നെഗറ്റീവിലുള്ള വോൾട്ടേജിനെക്കാട്ടി, നെഗറ്റീവ് ടെർമിനലുള്ള വോൾട്ടേജിനെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ, എപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഉള്ള വോൾട്ടേജ് ഈ നെഗറ്റീവിലുള്ള വോൾട്ടേജിനെക്കാട്ടിയും കുറയുവാണോ അന്നേരം നമ്മുടെ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പം എത്രത്തോളം നേരം കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് T ഹൈ എന്ന് പറയും. എത്രത്തോളം നേരം നമ്മുടെ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ലോ ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് T ഹൈ അല്ലെങ്കിൽ T ലോ അല്ലെങ്കിൽ T ഓഫ് എന്നൊക്കെ പറയും. T ലോ. ഓക്കെ, അപ്പം T ഹൈനെ T ഓൺ എന്ന് പറയാൻ പറ്റും. T ലോനെ നമുക്ക് വേണമെങ്കിൽ T ഓഫ് എന്ന് പറയാൻ പറ്റും. ഈ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ഓൺ ഡിവൈഡഡ് ബൈ
ടി ഓഫ് ഇൻറ്റു 100% ആണ്. അപ്പോൾ ഈ ടി ഓണും ടി ഓഫും കാണാം. സിമ്പിളാണ്. നിങ്ങൾ ഈ വേവ് ഫോമിലേക്ക് ഒന്ന് നോക്കിക്കുക. ഈ ഒരു വേവ് ഫോമിൻ്റെ ഇത് ഇൻപുട്ട് വേവ് ഫോം ആണ് അല്ലേ, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഇതാണ്, നമ്മുടെ ടൈം വേരി ചെയ്യുവാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ വേരി ചെയ്യുന്നത്. ഓക്കെ, വൈ ആക്സിസിൽ വേരി ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ട് അത് 10 വോൾട്ടാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള ഒരു ടൈം പീരീഡ് അല്ലേ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവല്ലേ. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് ടി എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, നൗ ഇതെന്ന് പറയുന്നത് എന്താണ്, ടൈം വേരിയേഷൻ ആണ്. ഓക്കെ, നൗ ഈ ഒരു ഇക്വേഷന് ഈ ഒരു ലൈനിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ലൈനിനെ y ഈസ് ഈക്വൽ ടു എം എക്സ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ y ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. സോ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y ബൈ എക്സ്. ഇത് 10 ആണ്, y ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ 10/t ഇൻറ്റു ഇവിടെ എക്സ് ആക്സിസ് എന്താണ് വേരി ചെയ്യുന്നത്? t ആണ് അല്ലേ, ഇൻറ്റു t. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓക്കെ, ഇതാണ്, ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, നിങ്ങളൊരു കാര്യം നോക്കിക്കേ. ഈ കമ്പാരറ്റർ കമ്പയർ ചെയ്യുന്നത് 2.5 വോൾട്ടുമായിട്ടാണ് അല്ലേ. അപ്പോൾ എപ്പോൾ നമ്മളുടെ വോൾട്ടേജ് അറ്റ് ദ പോസിറ്റീവ് ടെർമിനല് ഗ്രേറ്റർ ദാൻ 2.5 ആവുന്നോ അന്നേരമായിരിക്കും നമ്മുടെ കമ്പാരറ്ററിന് ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നത്, അന്നേരമായിരിക്കും നമുക്ക് ഓൺ ആകുന്നത്. അപ്പോൾ ഇവിടെ മൊത്തമുള്ളത് 10 വോൾട്ടാണ്. മൊത്തമുള്ളത് എത്രയാണ്? 10 വോൾട്ടാണ്. മൊത്തമുള്ള 10 വോൾട്ടിൽ നിന്ന് 5 വോൾട്ട് എന്ന് പറയുമ്പോൾ എവിടെ ആയിട്ട് വരും? 5 വോൾട്ട് എന്ന് പറയുമ്പം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, 2.5 വോൾട്ട് എന്ന് പറയുമ്പം എവിടെ ആയിട്ട് വരും? ഓക്കെ, അപ്പോൾ 5 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ഇത് T/2 അങ്ങനെ 2 വോൾട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ്. 2.5 എന്ന് പറയുമ്പോൾ കറക്റ്റ് T/4 T/4. ഓക്കെ, അപ്പം ശരിക്കും ഈ ഡ്യൂട്ടി ഞാൻ പറഞ്ഞല്ലോ വി ഇൻ ഇസ് ഈക്വൽ ടു, അപ്പോൾ വി 2.5 വോൾട്ടിലാണ്, അത് വെച്ചാണ് ഓഫ് ഓൺ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇസ് ഈക്വൽ ടു 10/t ഇൻറ്റു അതായിരിക്കും നമ്മുടെ ടി ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു ടൈം അതായത് 2.5 വോൾട്ടിൽ താഴെ വരുമ്പോഴത്തേക്കും ഇതായിരിക്കും നമ്മുടെ ഓഫ് ടൈം എന്ന് പറയുന്നത്, ഇതായിരിക്കും നമ്മുടെ ഓൺ ടൈം എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2/t ഓഫ്. അതായത് T/4 ടൈമിൽ നമ്മുടെ ഇത് ഓഫ് ആയിരിക്കും. അപ്പോൾ T/4 ഇവിടെ നിന്നും കൂടിയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് T/4 എന്ന് കിട്ടും. അപ്പം ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഓഫ് ആവുന്ന ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോ ആകുന്ന ടൈം T/4 ആണ്. അപ്പോൾ T/4ലേക്ക് അത് ഓഫ് ആകുവാണെങ്കിൽ ഓൺ ആകുന്ന ടൈം എത്ര ആയിരിക്കും? 3/4t ഓക്കെ, അപ്പം ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓഫ് ആണ് അല്ലേ. അപ്പം അപ്പം ഞാൻ പറഞ്ഞത് ഓൺ ആയി കിടക്കുന്ന ടൈം, ഓഫ് അല്ലെങ്കിൽ ലോ, ഓൺ അല്ലെങ്കിൽ ഹൈ ആയി കിടക്കുന്നത് കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് 3/4t ഓൺ ആയി കിടക്കും. ആൻഡ് ഓൾസോ 1/4 ടൈംസ് ഓഫ് t ഓഫ് ആയിട്ട് കിടക്കും. ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഫോർമുല എന്താണ്? ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓഫ് ആണ്. ഓർ ടി ഹൈ ആകാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3/4t ഓഫ് ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് അബൌട്ട് T/4 ആണ്. അപ്പം ഒന്ന് ഡ്യൂട്ടി സൈക്കിൾ ടി ഓൺ ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്തോളൂ. ഓക്കെ, ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓൺ, ഇങ്ങനെ എടുത്തോളൂ, ടി ഓൺ ഡിവൈഡ് ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ്. ഓക്കെ, അപ്പോൾ ടി ഓൺ എന്ന് പറഞ്ഞാൽ 3/4t ആണ്. ടി ഓൺ പ്ലസ് ടി ഓഫ് എന്ന് പറഞ്ഞാൽ 1/4t പ്ലസ് 3/4t എന്ന് പറഞ്ഞാൽ മൊത്തം ടി ആകും. അപ്പോൾ ഇതിനെ ഇൻറ്റു പെർസെൻറ്റേജിലോട്ട് കണ്ടുപിടിക്കുമ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75% ആണ് കേട്ടോ, 75%. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലാണ്. ദാറ്റ് ഈസ് 75% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എളുപ്പമാണ്. ഓക്കെ, ആദ്യം നമുക്കൊരു KCL അപ്ലൈ ചെയ്യാം. KCL ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു KCL അപ്ലൈ ചെയ്യാം. ഈ 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ 5 വോൾട്ട് നെഗറ്റീവ് ഇങ്ങനെ ഗ്രൗണ്ട്, ഇതാണ് 5 വോൾട്ട് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് മുതൽ ഈ ഗ്രൗണ്ട് വരെ നമുക്ക് KVL അപ്ലൈ ചെയ്യണം. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? 5 മൈനസ്, ഓക്കെ, ഇതിലെ കൂടിയുള്ള കറണ്ട്, ബേസ് കറണ്ട് IB ആയിട്ട് എടുക്കുക. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IB × 1. കിലോ ഓംസിനെ കിലോ ഓംസ് ആയിട്ട് തന്നെ ഇടുക, കിലോ ഓംസിനെ, ബിക്കോസ് വോൾട്ടിനെ
വോൾട്ടേജുകളെ വോൾട്ട്സിൻ്റെയും ടേംസിലും റെസിസ്റ്റേഴ്സിനെ കിലോ ഓംസിൻ്റെ രീതിയിലും ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കറണ്ട് മില്ലി ആംപിയറിലായിരിക്കും. അപ്പോൾ കൺവേർഷൻ ഒന്നും പോകരുത്. അപ്പോൾ ഇവിടെ 5 മൈനസ് IB ഇൻറ്റു 1 കിലോ ഓം എന്ന് പറയുന്നത് എത്ര കിട്ടും നിങ്ങൾക്ക്? മൈനസ് IB. പിന്നെ ഈ ഒരു ബേസ് എമിറ്റർ വോൾട്ടേജ്, ഈ ബേസിന് എമിറ്ററിന് അക്രോസ് ഒരു ബേസ് എമിറ്റർ വോൾട്ടേജ് ഉണ്ട്. ആ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 ആണ്. അപ്പോൾ അത് മൈനസ് 0.7 ഇസ് ഈക്വൽ ടു 0. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? IB ഇസ് ഈക്വൽ ടു 4.3 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, നോ ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ഓക്കെ, നോ IC is equal to beta IB എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 4.3 മില്ലി ആംപിയർ, ദാറ്റ് ഈസ് 430 മില്ലി ആംപിയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നൗ യു അപ്ലൈ KVL ഇൻ ദ ഔട്ടർ ലൂപ്പ്. ഓക്കെ, VCE കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ KVL അപ്ലൈ ചെയ്യുക. ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ കിട്ടുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് 5 വോൾട്ട് മൈനസ് ഇതിലേക്കൂടിയുള്ള കറണ്ട് IC ആയിട്ട് എടുക്കുക. അപ്പോൾ IC RC എന്ന് പറയുന്നത് IC ഇൻറ്റു 1 IC തന്നെ വരും. ഓക്കെ, മൈനസ് ഇതാണെന്ത്? VCE. ഇതാണ് VCE ഇസ് ഈക്വൽ ടു 0. സോ 5 മൈനസ് IC മൈനസ് VCE ഇസ് ഈക്വൽ ടു 0. ഓർ VCE എത്ര കിട്ടുന്നത്? 5 മൈനസ് IC എത്ര കിട്ടുന്നത്? 430 മില്ലി ആംപിയർ. അപ്പൊ നോക്കിക്കേ, VCE നെഗറ്റീവ് ആകുന്നു. VCE നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCE സാച്ചുറേഷനെക്കാട്ടിയും കുറയുന്നു അല്ലേ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മുടെ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മോഡിലാണെന്നാണ് അതിന്റെ അർത്ഥം. ബിക്കോസ് ഹിയർ ദ വോൾട്ടേജ് VCE is becoming less than VCE saturation. സോ സാച്ചുറേഷൻ മോഡിലാണിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, സിഗ്നൽ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ഇമേജ് ഫ്രീക്വൻസിയുടെ ഫോർമുല ഇമേജ് ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇമേജ് ഫ്രീക്വൻസിയുടെ ഫോർമുല സിഗ്നൽ ഇമേജ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് 2 ടൈംസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്നൽ ട്യൂൺഡ് അറ്റ് 1600 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 450 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1600 പ്ലസ് 2 ഇൻറ്റു 450 എന്ന് പറഞ്ഞാൽ 900 കിലോ ഹെർട്സ് ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2500 കിലോ ഹെർട്സ് ആണ് എന്ത്? ഈ ഇമേജ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത്. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ പവർ ഓഫ് ആൻ അഗെയിൻ AME എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടോട്ടൽ പവർ ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ പവർ തന്നിട്ടുണ്ട്. കണ്ടോ, ടോട്ടൽ പവർ തന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ പവർ തന്നിട്ടുണ്ട്, കാരിയർ പവർ തന്നിട്ടുണ്ട്, മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് PT ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 1 + m²/2. കണ്ടോ, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, PT തന്നിട്ടുണ്ട് 600 ഈസ് ഈക്വൽ ടു PC തന്നിട്ടുണ്ട് 400 + 1 + m²/2. ഓക്കെ, ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? ദാറ്റ് ഈസ് 600/400 എടുക്കുമ്പോഴത്തേക്കും 6/4 ആകും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/2 ആകും. ഈസ് ഈക്വൽ ടു 1 + m²/2. ഓക്കെ, ദിസ് ഇംപ്ലൈസ് what m²/2 is equal to 3/2 minus 1/2 വരും. So m²/2 is equal to 1/2 or m² is equal to 4 എന്ന് കിട്ടും. സോറി, m² is equal to 1 എന്ന് കിട്ടും or m is equal to 1 എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഈസ് m is equal to 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു ഓപ്പാമ്പിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവർ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, R3യുടെ വാല്യൂ ക്വസ്റ്റ്യൻ കാണിച്ചിരിക്കുന്ന R3യുടെ വാല്യൂ തന്നിട്ടുണ്ട്, ബീറ്റ ഇവിടെ ട്രാൻസിസ്റ്ററും കൂടി വരുന്നുണ്ട്, ബീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, VCC വാല്യൂ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ഈ I ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. I ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. I ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹിയർ എന്താണ് തന്നിരിക്കുന്നത്? Vin എന്ന് പറയുന്നത് 2 വോൾട്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ Vin വോൾട്ടേജ് തന്നെയായിരിക്കും എന്ത്? ഈ നോഡ് ഓക്കെ ഇപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എത്ര തന്നിരിക്കുന്നത്? 2 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് എമിറ്റർ കറണ്ട്? നമുക്ക് ഇവിടെ എമിറ്റർ കറണ്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ വൺ തിങ്, ഈ ബേസ് നോഡിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും എന്തായിരിക്കും? ഈ 2 വോൾട്ട് തന്നെ ആയിരിക്കും അല്ലേ? ആ സർക്യൂട്ടിൽ നമുക്ക് അറിയാം. നൗ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എമിറ്റർ കറണ്ട്? എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു 2/10 ആംപിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.2 ആംപിയർ എന്ന് കിട്ടും. സി, ദിസ് ഈസ് ദ എമിറ്റർ കറണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ എമിറ്റർ കറണ്ട്. ഓക്കെ, അപ്പം ശരിക്കും ഈ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? 2 വോൾട്ട് ആണ്.
Now 2 volt will come here. Now 2 divided by resistor value 10 ohm തന്നിട്ടുണ്ട്. So 0.2 ohm ആയിരിക്കും നമ്മുടെ IE. ഓക്കെ, ഈ നോഡാണ് ഞാൻ പറഞ്ഞത്, ബേസ് നോഡ് അല്ല. ഈ 2 വോൾട്ട് വിൽ അപ്പിയർ. ഈ ഇൻപുട്ട് കൊടുക്കുന്ന 2 വോൾട്ട് ഇല്ലേ, ഈ 2 വോൾട്ട് എവിടെ അപ്ലൈഡ് ആവും? ഈ 2 വോൾട്ട് വിൽ കം അറ്റ് ദിസ് നോഡ് ഓൾസോ. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ 2/10 ആയിരിക്കും എമിറ്റർ കറണ്ട് നമുക്ക് കിട്ടുക. ഓക്കെ, നൗ ഐ ഔട്ട് കാണാൻ എളുപ്പമാണ്. ഐ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് തന്നെയാണ്. ബേസ് കറണ്ടിന്റെ ഫോർമുല എന്താണ്? എമിറ്റർ കറണ്ട് അറിയാമെങ്കിൽ എമിറ്റർ കറണ്ട് ബൈ 1+BT ആണ്. എമിറ്റർ കറണ്ട് നമുക്ക് ഇപ്പൊ കിട്ടി 0.2. ഓക്കെ, 0.2 ഡിവൈഡഡ് ബൈ 0.2 divided by 1+β. ഓക്കെ, ബീറ്റയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 50 എന്നാണ് തന്നിരിക്കുന്നത്. സോ 1+50 51 വരും. സോ 0.2/51 എന്ന് പറയുന്നത് എത്രയാണ്? 3.92 മില്ലി ആംപിയർ ആണ് ആൻസർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഈ 2 വോൾട്ട് ഉണ്ടല്ലോ, ബൈ ദിസ് സർക്യൂട്ട് ഈ സെയിം 2 വോൾട്ട് വിൽ അപ്പിയർ അറ്റ് ദിസ് നോഡ് ഓൾസോ. ഓക്കെ, അതിനകത്തൊന്ന് എമിറ്റർ കറണ്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ADCDയുടെ സാമ്പിൾ ആൻഡ് ഹോൾഡ് അക്വിസിഷൻ ടൈം തന്നിട്ടുണ്ട് 10 മൈക്രോ സെക്കൻഡ്. കൺവേർഷൻ ടൈം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പോസിബിൾ ഡേറ്റ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാം. ടോട്ടൽ ടൈം ഇസ് ഈക്വൽ ടു ദാറ്റ് അക്വിസിഷൻ ടൈം പ്ലസ് എന്താണെന്നറിയാം കൺവേർഷൻ ടൈം. അത്രയും മൈക്രോ സെക്കൻഡ് ആണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എടുക്കേണ്ടത്? 25 മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ റേറ്റ് എങ്ങനെയാണ്? സോ വി ക്യാൻ സേ ഡേറ്റ റേറ്റ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ദാറ്റ് ഈസ് 1/25 മൈക്രോ സെക്കൻഡ്. 1 ഡിവൈഡഡ് ബൈ ടൈം ആണ് റേറ്റ്. ഡേറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈ ടോട്ടൽ ടൈം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/25 ഇൻറ്റു 10⁻⁻6 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 40 കിലോ സാമ്പിൾസ്. ഓക്കെ, 40 കിലോ സാമ്പിൾസ് ആണ് ആൻസർ വരുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ്പാമ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഇൻപുട്ട് ബയാസ് കറണ്ട് കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പിന്നെ ഇൻപുട്ട് ബയാസ് കറണ്ട് തന്നിട്ടുണ്ട്. ഇൻപുട്ട് ബയാസ് കറണ്ടിനെ നമ്മൾ നോർമലി ഐ ഓഫ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് RF എന്ന് പറഞ്ഞത്. ഓക്കെ, ബിക്കോസ് അവിടെ ഫോർമുല നമ്മൾ ഓപ്പാമ്പിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഇൻവേർട്ടിംഗ് ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതാണ് ഫോർമുല, -RF/R ഇൻപുട്ട് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. ഇതാണ് ഇൻപുട്ട് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് ഇവിടെ ഇൻപുട്ട് ബയാസ് കറണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് ബയാസ് കറണ്ടും അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസും കൂടി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് ബയാസ് കറണ്ട് ഉണ്ടല്ലോ, ദാറ്റ് ഇൻറ്റു ആ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കാരണമുള്ള വോൾട്ടേജും കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RFഉം ഇവിടെ നോക്കിക്കേ, RFഉം ഇൻപുട്ടും ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഒന്ന് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കട്ടായി പോകും. സോ -Vin പ്ലസ് വാട്ട് ഈസ് I0F -1 മൈക്രോ ആംപിയർ ആണ്. -1 മൈക്രോ ആംപിയർ ഇൻറ്റു RF എന്ന് പറയുന്നത് മെഗായ. അപ്പം മെഗാ എന്ന് പറയുമ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6ഉം മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 അല്ലേ? മെഗാ ഓം, 1 മെഗാ ഓം അല്ലേ RF പറഞ്ഞിരിക്കുന്നത്? 1 മെഗാ ഓം. അപ്പോൾ അതും ഇതും കട്ട് ചെയ്ത് പോകും ശരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 2.5 വോൾട്ട്. ഓക്കെ, -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3.5 വോൾട്ട് ആണ് ഉത്തരം. നോക്കിക്കേ, സിംപ്ലി എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. -3.5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, an ideal power limited communication channel having a Gaussian noise is having 4 kilohertz bandwidth. Signal to noise ratio തന്നിട്ടുണ്ട്. ചാനൽ കപ്പാസിറ്റി ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചാനൽ കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഷാനോൺസ് ചാനൽ കപ്പാസിറ്റി വെച്ചിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഷാനോൺസ് ചാനൽ കപ്പാസിറ്റി? C is equal to വളരെ ഫേമസ് ഇക്വേഷൻ ആണ്, B log 1 plus സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയും. ഓക്കെ, B എന്ന് പറയുന്നത് എന്താണ്? B എന്ന് പറയുന്നത് ഇവിടെ ബാൻഡ് വിഡ്ത്ത് ആണ്. B is the bandwidth. ഓക്കെ, പിന്നെന്താണ്? C എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. B എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്തും C എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. സോ capacity is equal to bandwidth ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 4 kilohertz. So 4 into 10⁻³
ഓക്കെ ഇൻറ്റു ലോഗ് ടു ദ ബേസ് 2 ആണ് ഇൻറ്റു 1 പ്ലസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ തന്നിട്ടുണ്ട് 255 ഓക്കെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10 ടു ദ പവർ 3 സി കാൽക്കുലേറ്റർ ഒന്നും വേണ്ട ലോഗ് 2 ടു ദ പവർ 256 എന്ന് കിട്ടും ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10 റേസ് ടു 3 ഇൻറ്റു ലോഗ് ബേസ് 2 ആണ് 256 എങ്ങനെ എഴുതാം 2 ടു ദ പവർ 6 എന്ന് എഴുതാം അല്ലേ 2 2s are 1 2 2s are 4 2 നമ്മൾ പവർ എടുക്കുമ്പോൾ 2 2s are 4 പിന്നെ 3 പറയുമ്പോൾ 8 ആകും പിന്നെ 16 ആകും 32 64 അങ്ങനെ 128 256 2 ടു ദ പവർ 6 ആണ് 2 അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10 ടു ദ പവർ 3 ഇൻറ്റു സി ഇതിനെ എങ്ങനെ എഴുതാം ലോഗ് എക്സ് റൈസ് ടു എമ്മിനെ നമുക്ക് എം ലോഗ് എക്സ് എന്ന് എഴുതാം എം ലോഗ് എക്സ് എന്ന് എഴുതാം അപ്പോൾ ഇവിടെ ലോഗ് 2 ടു ദ പവർ 6നെ 6 ലോഗ് 2 ടു ദ ബേസ് 2 എന്ന് എഴുതാം ലോഗ് 2 ടു ദ ബേസ് 2 എത്രയാണ് ആൻസർ 1 ആണ് 1 ആണ് ഇതിൻ്റെ ആൻസർ സോ ആൻസർ എത്ര വരും 4 ഇൻറ്റു 256ന്റെ പവർ എത്ര 6 അല്ല 8 ആണ് 2 ടു ദ പവർ 8 ആണ് 256 അപ്പോൾ ഇവിടെ 8 വരുവേ 8 സോ 8 4s ആർ എത്രയാണ് 32 ഇൻറ്റു 10 ടു ദ പവർ 3 എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം ദിസ് ഈസ് സെയിം ആസ് വാട്ട് 32 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയാം ഓക്കെ 32 കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയാം ഓക്കെ 2 ടു ദ പവർ 8 ആണ് 256 2 2s are 4 വരും 2 3s 8 വരും 2 4s 16 വരും 2 5 എന്ന് പറയുമ്പം 32 വരും 2 6 എന്ന് പറയുമ്പോൾ 64 2 raised to 5 എന്ന് പറയുമ്പം 128 2 ടു ദ പവർ 6 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് ഓക്കെ കറക്റ്റ് ആണ് അത് ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് നമുക്ക് അവിടെ വന്നതാണ് സെയിം ആണ് 2 അല്ലേ ബിക്കോസ് 2 നോക്ക് 2 4 8 16 32 64 128 256 1 2 3 4 5 6 7 8 2 ടു ദ പവർ 8 ആണ് 256 6 അല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് കറക്റ്റ് ആൻസർ അതിനകത്ത് കിട്ടും അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തതും പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഷാനോൺസ് ചാനൽ കപ്പാസിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും അതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ എന്താണെന്ന് നോക്കിക്കേ ഐഡിയൽ ബാൻഡ് ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വിത്ത് അഡിറ്റീവ് ഗോഷ്യൻ നോയ്സ് 1 MHz തന്നിട്ടുണ്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 15 തന്നിട്ടുണ്ട് ഇനി ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ 15ൽ നിന്ന് 7ലേക്ക് കുറയ്ക്കുവാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് കുറയുന്നതെന്നാണ് ചോദിക്കുന്നത് പക്ഷേ റേറ്റ് സെയിം ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഇത് എളുപ്പമാണ് ആദ്യത്തെ കേസിൽ C1 നമ്മുടെ ഷാനോൺസ് വെച്ച് C1 is equal to B1 log to the base 2 1 plus സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് എഴുതാം ഓക്കെ that is equals to question bandwidth 1 megahertz ആണെന്ന് തന്നിരിക്കുന്നത് സോ 10 to the power 6 into log to the base 2 1 plus സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആദ്യത്തെ കേസിൽ എത്രയാണ് തന്നിരിക്കുന്നത് 15 എന്ന് തന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 15 പ്ലസ് 1 16 എന്ന് വരും 16 എന്ന് പറയുമ്പോൾ 2 to the power 4 അപ്പം ലോഗ് 2 to the power 4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും 4 log 2 to the base 2 log 2 to the base 2 1 അപ്പോൾ ആൻസർ 4 കിട്ടും കേട്ടോ അപ്പോൾ 4 ഇൻറ്റു 10 raised to 6 ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് ഓക്കെ ഇത്രയും 4 ഇൻറ്റു 10 raised to 6 ഇത്രയും ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് C1 കിട്ടിയത് ഓക്കെ ഇനി അവർ പറയുന്നത് C2 ഓക്കെ C2 is equal to രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാം V2 ഇൻറ്റു ലോഗ് 1 പ്ലസ് SNR ഓക്കെ അവർ ചോദിച്ചിരിക്കുന്നത് സെയിം കപ്പാസിറ്റി സെയിം ആയിരിക്കണം സെയിം റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഈക്വൽ ആകണം ഓക്കെ അങ്ങനെയാണെങ്കിൽ പുതിയ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഈ B2 ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇൻറ്റു ലോഗ് 1 പ്ലസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ രണ്ടാമത്തെ കേസിൽ എത്ര പറഞ്ഞിരിക്കുന്നത് 7 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ദാറ്റ് ഈസ് B2 ഇൻറ്റു ലോഗ് ടു ദ ബേസ് 2 8 ലോഗ് ടു ദ ബേസ് 2 8നെ എങ്ങനെ എഴുതാം നമുക്ക് ലോഗ് ടു ദ ബേസ് 2 ഇൻറ്റു 2 ടു ദ പവർ 3 എന്ന് എഴുതാം അതിനെ 3 ലോഗ് 2 ടു ദ ബേസ് 2 എന്ന് എഴുതാം ഇതെന്താകും 1 ആയി പോകും ഇത് 1 ആയി പോകുമ്പോൾ ആൻസർ എത്ര കിട്ടും 3 ടൈംസ് B2 ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടും ഓക്കെ ഇതാണ് C2 now C1 ഉം C2 required to maintain same rate so for equating these two C1 is equal to C2 okay അപ്പോൾ എന്ത് നമുക്ക് കിട്ടും
4 into 10 to the power 6 അല്ലേ നമുക്ക് മുമ്പേ കിട്ടിയത്, ഇസ് ഈക്വൽ ടു 3 times B2. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബാൻഡ് വിഡ്ത്ത് B2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 4 ഡിവൈഡഡ് ബൈ 3 മെഗാഹെർട്സ് എന്ന് കിട്ടും. ബിക്കോസ് ആ 10 to the power 6 അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും ഉത്തരം കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. കണ്ട, രണ്ടിടത്തെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നു. കണ്ടീഷൻ തന്നിട്ടുണ്ട് സെയിം റേറ്റ്. സെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ബിറ്റ്സ് പെർ സെക്കൻഡ്, അതാണ് റേറ്റ്. ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി സെയിം ആക്കുവാണെങ്കിൽ ആ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ റേറ്റ് ടു ബി ട്രാൻസ്മിറ്റഡ് 900 bits per second തന്നിട്ടുണ്ട്. FEC ഫോർവേഡ് എറർ കറക്ഷൻ ഫാക്ടറായി 3/4 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ITCയിൽ പഠിക്കുന്നതാണ്. QPSK മോഡുലേഷൻ സ്കീമാണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഇൻഫർമേഷൻ റേറ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കുമ്പം ഈ ഒരു ഫോമുല നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് വേഗം ചെയ്യാം. 900 bits per second ആണ്. ഫോർവേഡ് എറർ കറക്ഷൻ ഫാക്ടറാണ് 3/4 തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാമോ? ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ കൺസെപ്റ്റൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ശരി, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ആ കൺസെപ്റ്റ് ഇപ്പം ഞാനിവിടെ പറഞ്ഞു തരുന്നില്ല, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ QPSK മോഡുലേഷനിൽ ഈ സിമ്പിൾ റേറ്റ് എത്രയാണെന്ന് അറിയാമോ? സിമ്പിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ RB/2 ആണ് സിമ്പിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് 1200 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 600 bits per second എന്ന് പറയും. 600 bits per second or 600 symbols per second എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി is the right answer. Okay, next question ചോദിച്ചിരിക്കുന്നത് ഒരു കാസ്കേഡഡ് കണ്ടോ 3 സ്റ്റേജ് ആംപ്ലിഫയർ ചോദിച്ചിട്ടുണ്ട്. ഈച്ച് ഹാവിംഗ് വോൾട്ടേജ് ഗെയിൻ ഇൻഡിക്കേറ്റഡ്, ഫൈൻഡ് ദ ടോട്ടൽ ഗെയിൻ. നോർമലി കാസ്കേഡ് ചെയ്ത് കഴിയുമ്പോൾ കുറേ ആംപ്ലിഫയർ, ഒരെണ്ണത്തിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു, അടുത്ത ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഇങ്ങനെയാണ് കാസ്കേഡഡ് ആംപ്ലിഫയർ വരുന്നത്. ഇത് ആദ്യത്തെ ആംപ്ലിഫയർ, ഇത് രണ്ടാമത്തെ ആംപ്ലിഫയർ, ഇത് മൂന്നാമത്തെ ആംപ്ലിഫയർ. ആദ്യത്തെ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ AV1 ആണ്, രണ്ടാമത്തെ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ AV2 ആണ്, മൂന്നാമത്തെ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ AV3 ആണ്. ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതേ ഇൻറ്റു ഇതായിരിക്കും. അപ്പം ഇവിടെ ഓരോന്നിൻ്റെയും ഗെയിൻ തന്നിട്ടുണ്ട് 100 ഇൻറ്റു, ഇതിൻ്റെ സെക്കൻഡിൻ്റെ ഗെയിൻ തന്നിട്ടുണ്ട് 200 ഇൻറ്റു, മൂന്നാമത്തതിൻ്റെ ഗെയിൻ തന്നിട്ടുണ്ട് 100. ഓക്കെ, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? ഓക്കെ, ഇതെല്ലാം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗെയിൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10 to the power 6 കിട്ടും. 2 into 10. പക്ഷെ ക്വസ്റ്റ്യനിൽ ഡെസിബിൾസിലാണ് തന്നിരിക്കുന്നത് കണ്ടോ. ഈ ഗെയിനെ ഡെസിബിൾസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 20 log ഓഫ് ഈ വാല്യൂ എടുക്കണം. 20 log ഓഫ് ഈ AVയുടെ വാല്യൂ, ദാറ്റ് ഈസ് 20 log ഓഫ് 2 into 10 to the power 6 എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു ലോഗ് ബ്രാക്കറ്റിൽ നോക്കിക്കേ, ലോഗ് A ഇൻറ്റു ബി ഫോം അല്ലേ ഇത്. ലോഗ് A ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് AB ഈസ് ഈക്വൽ ടു ലോഗ് A പ്ലസ് ലോഗ് B എന്നാണ് ഫോർമുല. അപ്പോൾ ലോഗ് 2 ഇൻറ്റു 10 to the power 6നെ നമുക്ക് ലോഗ് A2 ആയിട്ടും 10 to the power 6 B ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്? ലോഗ് 2 ഇൻറ്റു പ്ലസ് ലോഗ് 10 to the power 6 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 2ൻ്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 0.3010 ആണ്. ലോഗ് 10. Okay, and this is log 10 to the power 6 ആണ്. ഇതിൻ്റെ ബേസ് 10 ആണ്. ഇതിനെ എങ്ങനെ എഴുതാം? ലോഗ് x raised to m എന്ന് പറഞ്ഞാൽ m log x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെ ലോഗ് 10 to the base 10 എന്ന് എഴുതാം. ഓക്കെ, ഇത് 1 ആയി പോകും. ലോഗ് 2 to the base 1 എന്ന് പറഞ്ഞതുപോലെ ലോഗ് 10 to the base 10 1 ആയി പോകും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ 6 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ് വരുന്നത്? 6 പ്ലസ് 0.3010 എന്ന് പറഞ്ഞാൽ 6.3010 ഇൻറ്റു ദാറ്റ് 20. സോറി, ഈ 20 ആണ് ഇവിടെ 20, ഈ 20 ആണ് 20. അപ്പോൾ ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാമോ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കറക്റ്റ് 126.0 dB എന്ന് കിട്ടും. ദാറ്റ് ഈസ് 126 dB ആണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ. കണ്ടോ. അപ്പം ഗെയിൻ എല്ലാം കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ വോൾട്ടേജ് ഗെയിനെ ഡെസിബിൾസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഡെസിബിൾസിലേക്കാണ് നമ്മൾ ഗെയിൻ വേണ്ടതെങ്കിൽ, ഡെസിബിൾസിലാണ് വേണ്ടതെങ്കിൽ ആ മുമ്പേ കണ്ടുപിടിച്ച ഗെയിനെ 20 log to the base 10 ആണ് കേട്ടോ. 20 log to the base 10 എടുത്താൽ മതി. ഓക്കെ, 20 log.
log 2 to the base 10 ആണ് എന്ത് 0.3010. ഓക്കെ, log 2 to the base 10ന്റെ വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കണം, 0.3010 ആണ്. log 2 to the base 2 ആണെങ്കിൽ 1 ആണ്, ബിക്കോസ് കേട്ടോ. അതുപോലെ log 10 to the base 10 എത്രയാണ്, അതും 1 ആണ് കേട്ടോ. പക്ഷെ ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കണം, ഇവിടെ ബേസ് 10 ആണ് വരുന്നത്. അപ്പം log ഇത് കണ്ടുപിടിച്ചല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. log x raised to m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m log x ആ. അപ്പോൾ ഇവിടെ പവർ 6 ആയതുകൊണ്ട് log 10 to the base 10 കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് 1 ആയി പോകും. അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് ആൻസർ എന്ന് പറയുന്നത് 126 dB ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സീരീസ് RLC സർക്യൂട്ട് തന്നിട്ടുണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയും അതിൻ്റെ ഇംപെഡൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഇംപെഡൻസും കാണാനായിട്ട് ഏറ്റവും എളുപ്പം നമുക്കിത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓക്കെ, ഫ്രീക്വൻസി എങ്ങനെ കാണുമെന്ന് അറിയാമോ? 1/2π√LC ആണ് ഫോർമുല. ദാറ്റ് ഈസ് 1/2π. എല്ലിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 × 10⁻⁻6 ഹെൻറി വരും. കപ്പാസിറ്റർ 100 × പൈക്കോഫാരഡ് ആകുമ്പോൾ 10⁻12 വാല്യൂ വരും. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 1592. ഓക്കെ, 1592 കിലോ ഹെർട്സ് റേഞ്ചിൽ. ഓക്കെ, അതിൻ്റെ ഒരു നിയർ വാല്യൂ ആണ് വരുന്നത് 1592. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇംപെഡൻസ് അറ്റ് റെസൊണൻസ് ആണ്. അറ്റ് റെസൊണൻസിൽ ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റെസിസ്റ്റീവ് ആയിരിക്കും. ബിക്കോസ് കപ്പാസിറ്റീവും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അറ്റ് റെസൊണൻസ് വാട്ട് ഈസ് ദ ഇംപെഡൻസ്? ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റെസിസ്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 10 ohms ആണ്. അപ്പോൾ ഇവിടെ 10 ohms തരുന്ന ഈ രണ്ടെണ്ണമാണ് അല്ലേ. അതിനകത്ത് 10 ohmഉം 1592 കിലോ ഹെർട്സും. ഓക്കെ, 1592 കിലോ ഹെർട്സ്. ഇത് ഇത്രയാണ് നമ്മുടെ ആ ഒരു റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ആൻസറും ഇതും. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ചോദിച്ചിരിക്കുന്ന ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒരു എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഗ് ആണോ ആൻറ്റി ലോഗ് ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? ലോഗ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ദിസ് ഈസ് ലോഗ് ആംപ്ലിഫയർ. ആൻറ്റി ലോഗ് ആണെങ്കിൽ എങ്ങനെ വരുന്നറിയാമോ? ഇൻപുട്ടിൽ ഡയോഡ് വരും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഓപ്പ് ആമ്പ് വരും. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്കിൽ നമ്മുടെ ആറും വരും. ഇതാണ് എന്ത്? ആൻറ്റി ലോഗ്. ദിസ് ഈസ് ആൻറ്റി ലോഗ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ആംപ്ലിഫയർ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലോഗ് ആംപ്ലിഫയർ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇംപെഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 800 ohms തന്നിട്ടുണ്ട്. ഓക്കെ, നൗ പിന്നെന്താണ്? സ്പീക്കറിൻ്റെ ഇംപെഡൻസ് തന്നിട്ടുണ്ട്. സ്പീക്കർ ഇംപെഡൻസ് ഇത് പലപ്പോഴും PSCയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള PSCക്കൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത് കേട്ടോ. ഇത് 8 ohms തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ടേൺസ് റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണ്. ഈ ടേൺസ് റേഷ്യോനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് N1/N2 എന്നാണ്. ഓക്കെ, ടേൺസ് റേഷ്യോ. ഈ ടേൺസ് റേഷ്യോയുടെ സ്ക്വയർ, ഈ ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N1/N2 ആണ്. വേർ N ഈസ് ദ ടേൺസ് റേഷ്യോ. അപ്പോൾ N1/N2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം ഫോർമുല? Z1/Z2 എന്നാ. വേർ Z1 എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും സ്പീക്കർ ഇംപെഡൻസ് ആണ് Z2. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടേൺസ് റേഷ്യോ ആയ N1/N2 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുക്കണം. 8 കൂടി കട്ട് ചെയ്തുമ്പോൾ ഇവിടെ 100 കിട്ടും. 100ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 10 ആണ്. സോ N1/N2ന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10/1 ഓർ N1/N2 is equal to 10:1 ആണ് ആൻസർ. സോ ടേൺസ് റേഷ്യോ ഈസ് N1/N2 ആൻഡ് ദ ആൻസർ ഈസ് വാട്ട്? 10:1 is the answer. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അത് നിങ്ങൾ ഓർത്താണ് കേട്ടോ. Now which is not true for an ideal operational amplifier? CMRR ഇൻഫിനിറ്റി ആകണം അല്ലേ? ഐഡിയലി ഇത് ഇൻഫിനിറ്റി ആകണം. ഇത് ട്രൂ ആണ്. ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും ഇൻഫിനിറ്റി ആകണം, ട്രൂ ആണ്. ഇൻപുട്ട് ഇംപെഡൻസും ഇൻഫിനിറ്റി ആകണം, ട്രൂ ആണ്. ഞാൻ ഈ സെഷൻ ചെയ്തപ്പം തുടക്കത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, കോമൺ മോഡ് ഗെയിൻ എപ്പോഴും കുറഞ്ഞിരിക്കണം, ഐഡിയലി 0 ആയിരിക്കണം. അപ്പോൾ ഇത് തെറ്റാണ്. ഐഡിയൽ ആംപ്ലിഫയറിന് കോമൺ മോഡ് ഗെയിൻ ഒരിക്കലും ഇൻഫിനിറ്റി ആകാൻ പാടില്ല. സോ വിച്ച് ഈസ് നോട്ട് ട്രൂ? സി ഈസ് നോട്ട് ട്രൂ ഫോർ കോമൺ
ഫോർ ആൻ ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തത്. താങ്ക് യു.